ഇറച്ചിക്കോഴികളെക്കുറിച്ചുള്ള വ്യാജ ആരോപണം പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് കേരള ചിക്കൻ വ്യാപാര ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.വി. സലീം പറഞ്ഞു. ഇറച്ചിക്കോഴികളിൽ മരുന്നുകളെ അതിജീവിക്കാൻ കഴിവുള്ള സൂക്ഷ്മജീവാണുക്കളുണ്ടെന്നും ഇത് മാരകമായ രോഗങ്ങൾക്ക് ഇടയാക്കുമെന്നും ചില പത്രങ്ങളിലും സോഷ്യൽ മീഡിയകളിലും വ്യാപകമായി പ്രചരണം നടത്തിവരികയാണെന്നും കൂടാതെ മന്ദരോഗത്തിന് കുത്തിവെക്കുന്ന മരുന്നുകളാണ് നൽകുന്നതെന്നും മറ്റുമുള്ള പ്രചരണത്തിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. കോഴിക്കുഞ്ഞുങ്ങളും ബ്രോയിലർ കോഴികളും കേരളത്തിലേക്ക് എത്തുന്ന ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കേരള ചിക്കൻ എന്ന പേരിൽ സർക്കാർ തലത്തിലും സബ്സിഡിയോടുകൂടി വിതരണം നടത്തുന്നുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളായാലും അതിൻ്റെ തീറ്റയായാലും എല്ലാം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ വില നിയന്ത്രിക്കാൻ കേരളത്തിന് കഴിയാത്തത്. കേരളത്തിൽ ഒരു കോഴിയെ വളർത്തി വരുമ്പോൾ 95 മുതൽ 102 രൂപ വരെ കർഷകർക്ക് മുതൽ മുടക്കുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ വില 75 മുതൽ 80 രൂപ വരും. ഇവിടെയുള്ള ഫാമുകളിൽ പിന്നീട് കോഴിയെ കിട്ടാതെ വരുമ്പോൾ ഇതിൻ്റെ വില 140ലേക്ക് എത്തും. ഇതിന് കൊടുക്കുന്ന തീറ്റ 3 തരത്തിലാണ്. കേരളത്തിൽ ബ്രോയിലർ കോഴികൾക്കെതിരെ ശക്തമായ വ്യാജ പ്രചരണം നടത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇതര സംസ്ഥാനങ്ങളിൽ തന്നെയാണ് ഈ ബ്രോയിലർ കോഴികൾ ഇവിടെ എത്തുന്നത്. അതിൻ്റെ തീറ്റയായാലും കോഴിക്കുഞ്ഞുങ്ങളായാലും എല്ലാം വരുന്ന ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇവിടെ ഈ വ്യാജമായിട്ടുള്ള ഈ പ്രചരണം, ഒരു നെറ്റിൽ നിന്ന് കിട്ടിയ ഒരു പ്രചരണം എടുത്തുകൊണ്ടാണ് വ്യാപകമായി തന്നെ ഈ ബാക്ടീരിയകളെ അതിജീവിക്കുവാനുള്ള മരുന്നുകൾ അതിലേക്ക് കുത്തിവെക്കുന്നു എന്നുള്ള വ്യാജപ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ദിരോഗത്തിന് കുത്തിവെക്കുന്ന മരുന്നുകൾ പോലും അതിന് കുത്തിവെക്കുന്നു എന്ന പ്രചരണം നടന്നു വരികയാണ്. മന്ദിരോഗത്തിന് പോലും നമുക്കറിയാം, മന്ദിരോഗം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മരുന്നുകൾ കുത്തിവെക്കുന്നത്. അതുപോലും ഈ മേഖലയിൽ ബ്രോയിലർ കോഴിക്ക് കുത്തിവെക്കുന്നു എന്നുള്ള വ്യാജപ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നു. കേരള ചിക്കൻ എന്ന പേരിൽ ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇതിന് സബ്സിഡി കൊടുത്തുകൊണ്ട് വ്യാപകമായി ഔട്ട്ലെറ്റുകളൊക്കെ തുറന്നുകൊണ്ട് തന്നെ ഈ ബ്രോയിലർ കോഴികൾ വിൽപ്പന നടത്തുന്നുണ്ട്. ഇതിനെതിരെ പ്രതികരിക്കേണ്ട ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളും ആരോഗ്യ കേന്ദ്രങ്ങളും നമ്മൾ ഇതിനെപ്പറ്റി പഠനം നടത്തിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പിലും ഒക്കെ നമ്മൾ അന്വേഷിച്ചപ്പോഴും നമുക്ക് കിട്ടിയത് നെറ്റിൽ വന്ന ഒരു വാർത്ത എടുത്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചതാണ്. ഇതിൻ്റെ സത്യാവസ്ഥ ഇല്ല എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. എന്നിരുന്നാലും പൊതുജനങ്ങളുടെ ആവശ്യം എന്നുള്ള നിലക്ക് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടത് ആരോഗ്യ വകുപ്പിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതിനെതിരെ ശക്തമായി വ്യാജപ്രചരണം നടത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടിയെടുക്കേണ്ടതും ഗവൺമെൻറ് തലത്തിൽ ശക്തമായി ഇടപെടൽ നടത്തണമെന്നാണ് കേരള ചിക്കൻ വ്യാപാരി ഏകോപന സമിതിക്ക് വേണ്ടി ഇവിടെ സൂചിപ്പിക്കാനുള്ളത്.